ആ ടി വി സ്ക്രീനിൽ കാണുന്ന ചേട്ടൻ താഴത്തേക്ക് എന്തോ ഒളിഞ്ഞു നോക്കി കയ്യിലൊരു ചുറ്റിയൊക്കെ പിടിച്ച് നടക്കണുണ്ടോ? ഇതുപോലത്തെ ഒരു ബോട്ട് അവിടെ കിടക്കുന്നുണ്ട് ആ ടി വിയിൽ. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെങ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഹാമർ കൊണ്ട് അടിച്ച് നോക്കണ സീനാണ് ഈ കാണുന്നത്. സംഭവം ഈ കാണുന്നത് ഒരു കയാക്കാണ്, ഫിഷിംഗ് കയാക്കാണ്. അതുപോലെ പെഡൽ ഡ്രൈവ് വരുന്നതാണ്. അത് നമ്മുടെ സൈക്കിളിൽ ഓട്ടോണെ ചവിട്ടി പോകുന്ന പെഡൽ ഡ്രൈവാണ്. അതിനടുത്ത് തന്നെ ഒരു റെസ്ക്യൂ ബോട്ട് മോഡലൊരു സംഭവം കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ ബോട്ട്സ് ആൻഡ് മറൈൻ എക്സ്പോ എന്ന് പറഞ്ഞ ഒരു പരിപാടി നമ്മൾ കവർ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. ഇത് ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കയാക്കിൻ്റെ സ്റ്റിയറിംഗ് മെത്തേഡ്, അത് ലെഫ്റ്റ് റൈറ്റ് പോകുന്ന ഡ്രൈവ്, അങ്ങനത്തെ സംഭവമാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫിഷിംഗ് കയാക്കാണ്. അത്യാവശ്യം കുറച്ച് റേറ്റൊക്കെ വരുന്നൊരു മോഡലാണ്. അതുപോലെ തന്നെ ബോട്ട്, ഫിഷിങ്, അങ്ങനെ പലതുമായിട്ട് വെള്ളമായിട്ട് വാട്ടർ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോഡക്റ്റുകളും അവിടെ ഉണ്ട്. ഈ കാണുന്നത് ഒരു ഫ്ലോട്ടിംഗ് ജെട്ടി അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ഡോക്ക്, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ, സ്വിമ്മിംഗ് പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റംസ് ആണ്. അതുപോലെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും മെയിൽ ഐ ഡി സംഭവങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇത് മിനിമം സൈസ് വരുന്നത് 3 മീറ്റർ × 2 മീറ്റർ ആണ്. അതിന് ഏകദേശം 1 ലക്ഷം രൂപയാവുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ അകത്ത് ഇതുപോലെ ഒരു ഫ്ലോട്ടിംഗ് ജെട്ടിയുടെ പറഞ്ഞത് 1 മീറ്റർ സ്ക്വയറിന് ഏകദേശം 8,000 രൂപയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ വീഡിയോ കൂടി കണ്ടേക്കാം കേട്ടോ. അതിൽ ഈ വീഡിയോയിൽ കാണിക്കാത്ത ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവരുടെ കമ്പനിയുടെ തന്നെ ഒരു 4-5 കയാക്കിങ് ഒരുമിച്ച് കെട്ടി ഇട്ടിരിക്കുന്ന ഒരു വിഷ്വലാണ്. അത് കഴിഞ്ഞ് നമ്മൾ വന്നപ്പോൾ മറ്റൊരു സെക്ഷനിൽ ഒരു ടി വിയിൽ ഒരു സ്പീഡ് ബോട്ട് കൊണ്ട് കാണിക്കുന്നുണ്ട്. മെട്രിക്സ് മറൈൻ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അവരുടെ ഒരു ബോട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. പുറമേ നിന്ന് നോക്കുമ്പോൾ ആൾ ചെറുതാണെങ്കിലും ഉണ്ടല്ലോ, സാധനത്തിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ തീരില്ല, അമ്മാതിരി ഏറ്റവും. അതിന് ഉദാഹരണമായിട്ട് നിങ്ങൾ അതിൻ്റെ ഇൻറ്റീരിയർ കണ്ടാൽ മതി. ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വിചാരിക്കേണ്ട, ഈ സീറ്റിങ്ങും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും എല്ലാം പക്കയാണ്. ഒരു പ്രീമിയം ലുക്കിലുള്ള സാധനമാണ്. സ്റ്റിയറിങ് ഉൾപ്പെടെ അവിടെയും സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ കയറാനും ഇറങ്ങാനുള്ള സ്റ്റെയർ വരെ ഒരു ലക്ഷറി ക്രൂയിസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റിയൊരു മോഡലിലെ സാധനമാണ്. അപ്പോൾ മെട്രിക്സ് മറൈൻ എന്ന് പറയുന്ന ഈ കമ്പനിയെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും മെയിൽ ഐ ഡി സംഭവങ്ങളെല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട്. ഈ ഒരു കമ്പനി മാത്രമല്ല, നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന പല പല കമ്പനികളുടെ പ്രൊഡക്റ്റുകളെല്ലാം നിങ്ങൾക്ക് നേരിട്ട് മേടിക്കാനായിട്ട് അവരുടെ എല്ലാവരുടെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനും കൂടി ഒന്ന് നോക്കിയാൽ കേട്ടോ. ഇത് മറ്റൊരു കമ്പനിയാണ്, ഐസ്മർ ബോട്ട്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. പ്രൊനൗൺസിയേഷൻ എത്രമാത്രം കറക്റ്റാണെന്ന് അറിയില്ല, ഐസ്മർ എന്നാണ് നമ്മൾ വായിച്ചത്. ആ ബോട്ടിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടോ നിങ്ങൾ? ഒരു പ്രീമിയം ലുക്ക് എന്ന് തന്നെ പറയാം. ഒരു വുഡ് ഫിനിഷൊക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സീറ്റിംഗ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 മേളിൽ ആൾക്കാർക്ക് ഇരിക്കാം. 10-15 പേർക്ക് പോകാൻ പറ്റിയൊരു ബോട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം വലിയൊരു സൈസാണ്. അത് ഭംഗിയായിട്ട് തന്നെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സ്റ്റിയറിങ്ങും അതുപോലെ ബാക്കി അറേഞ്ച്മെൻറ്റ്സൊക്കെ ഞാൻ ഉള്ളിലൊന്ന് കാണിച്ചു തരാം. അടിപൊളിയാണെന്നും പറയാനില്ല. അത്യാവശ്യം വലിയൊരു സൈസ് ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഈ ബോട്ടിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ ഒരു ടി വിയിൽ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബോട്ട് നമ്മുടെ വെള്ളത്തിലൂടെ പോകുന്ന വിഷ്വൽസും അതുപോലെ മനോഹരമായ ദൃശ്യങ്ങളെല്ലാം അവിടെ കാണിക്കുന്നുണ്ട്. അവരുടെ കമ്പനിയുടെ തന്നെ മറ്റ് പല ഷേപ്പിലുള്ള ബോട്ടുകളും മറ്റ് സ്പെക്കുള്ള ബോട്ടുകളൊക്കെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പർ എന്ന് പറഞ്ഞാൽ ഇതാണ്. പൊന്നാനിമംഗലം മുളവുകാടാണ് അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇനി വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടിയത്, ബ്ലൂ വെയിൽ മറൈൻ. നമസ്കാരം. എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ? നമ്മൾ രണ്ടുപേരും പള്ളുരുത്തിക്കാരനാണ്. അതെ, വകയാണ്. അപ്പൊ അൺഫോർച്യുനേറ്റ്ലി ഇവിടെ വെച്ച് കണ്ടുപിടിയാണ്. എൻ്റെ ഒരു ടോണി പള്ളുരുത്തിയാണ്. അപ്പൊ നമുക്കൊരു ഷോപ്പ് ഉണ്ട് തോമ്പടിയിലാണ്. ബ്ലൂ വെയിൽ മറൈൻ ഇന്റർനാഷണൽ എന്നാണ് കമ്പനിയാണ്, ഖത്തർ ബേസ്ഡ് കമ്പനിയാണ്. ഈ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു എക്സിബിഷനിൽ പങ്കെടുക്കണം. അപ്പൊ എന്തായാലും കുറെ വെറൈറ്റി പ്രോഡക്ട്സ് ഉണ്ട്. ഫിഷിംഗ് ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളത്. ഫിഷിംഗ് റോഡ്സ്, കയാക്സ്, ട്രക്കിങ്, ക്യാമ്പിങ്, ഡൈവിങ്, അങ്ങനത്തെ കുറെ മെയിൻലി വാട്ടർ സ്പോർട്സ് ഐറ്റംസും പിന്നെ കുറച്ച് മറൈൻ എക്യുപ്മെന്റ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ അതിൽ നമുക്ക് കൂടുതൽ ലൂറുകള്, റോഡുകള്, പിന്നെ ബ്രൈറ്റ്സ്, പിന്നെ ഫിഷിംഗ് റീൽസ്, അങ്ങനെ കുറെ ടെർമിനൽ ടാക്കിൾസ്, അങ്ങനെ കുറെ വെറൈറ്റി പ്രോഡക്റ്റുകൾ നമുക്കുണ്ട്. ഷിമാനോ, ഡൈവ, അങ്ങനത്തെ കുറെ റീലുകളാണ്. പിന്നെ 1 സ്റ്റാൻഡേർഡ് റീലാണ് ആയിരിക്കുന്നത്. നമ്പർ 1 റീലാണ്, വേൾഡ്സ് നമ്പർ 1 റീലാണ്. അതിനൊക്കെ പ്രൈസ് ഏകദേശം എത്ര? നമുക്കൊരു 68,000 ഒക്കെ വരും. നമുക്കൊരു 1 lakh വരെയുള്ള ഫിഷിംഗ് റോഡ്സ്, സനാക്ക് എന്ന് പറഞ്ഞ റോഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഇവിടെ കയറി വരുമ്പോ തന്നെ കണ്ണുടക്കണ സാധനം, കയാക്ക്. അതെ, ഇത് ഫിഷിംഗ് കയാക്കാണ്. നമുക്ക് മെയിൻലി ഫിഷിംഗ് റോഡ്സും എല്ലാമായിട്ട് പോണ ഒരു ഫിഷിംഗ് കയാക്കാണ്. അതെങ്ങനെയാണ്? പെഡൽ ടൈപ്പ് ആണല്ലേ? ആ, പെഡൽ ഡ്രൈവ് ആണ്. നമുക്ക് ഇരുന്ന് ഫിഷിങ്ങിന് വേണ്ടിയാണ് ഇത് മെയിൻ ആയിട്ട് ഡിസൈൻ ചെയ്തേക്കണം. സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. ഇതിന് സ്റ്റാർട്ടിങ് നമുക്ക് 68 ആണ്. എന്നാലും ഇതൊക്കെ വരുമ്പോ പ്രൊഫഷണൽ ആയിട്ടുള്ള മാസുസിറ ടോർപിഡോ 10 എന്ന് പറഞ്ഞ ഒരു മോഡലാണ്.
ഇത് ഭയങ്കര സ്റ്റെബിലിറ്റി ആയിരിക്കും. നമുക്ക് സീ വാട്ടറിൽ കടലിൽ വരെ ഇത് കൊണ്ടുപോയിട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒരു 1,20,000 ഒക്കെ അപ്രോക്സിമേറ്റ് സ്റ്റാർട്ടിംഗ് പ്രൈസ് 40 ഒക്കെ വരും. 40,000 ഒക്കെ സ്റ്റാർട്ടിങ്. നമുക്ക് നമ്മുടെ നോർമലി ഫ്രഷ് വാട്ടർ സോൾട്ട് വാട്ടർ മാറുമ്പോഴത്തേക്കും മെറ്റീരിയൽ എല്ലാം മാറും. അപ്പൊ നമ്മുടെ കടയുടെ അഡ്രസ് ഏതായാലും ഇവിടെ കൊടുത്തു. ഓക്കെ താങ്ക് യു. വന്നതിലും കണ്ടതിലും സന്തോഷം. ഞങ്ങൾ ഒരു ഇടവകയാണ്. എന്റെ ഫ്രണ്ടിന്റെ ബ്രദറാണ്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഫാദറാണ് പുള്ളി അല്ലേ? അനിയപ്പ അച്ഛനാണ്. അപ്പൊ പുള്ളിയുടെ കൂടെയൊക്കെ കെറ്റീസത്തിനൊക്കെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായതാണ്. എന്തായാലും ഇവിടെ വെച്ച് കണ്ടതിലും സന്തോഷം. ഞാൻ പുള്ളിയുടെ വീഡിയോസ് ഒക്കെ കാണാറുള്ളതാണ്. ഒരേ സ്വദേശമാണ്, ഒരേ ഏരിയയാണ്, തൊട്ടടുത്ത് തന്നെ. ഞാൻ നിങ്ങളുടെ ഷോപ്പിന്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട്. അപ്പൊ ഇവിടെ വെച്ച് കാണാൻ പറ്റും ഒട്ടും പ്രതീക്ഷിച്ചില്ല. മറക്കണ്ട ബ്ലൂ വെയിൽ മറൈൻ ഇന്റർനാഷണൽ. ഓക്കെ താങ്ക് യു. അപ്പോൾ ഈ ബ്ലൂ വെയിൽ മറൈൻ ഇന്റർനാഷണലിന്റെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ കയാക്കല്ല. അവരുടെ മെയിൻ പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ലൂറ്, റോഡ് അങ്ങനത്തെ സംഭവമാണ്. അതായത് ഫിഷിങ്ങിന് പറ്റിയ ഐറ്റംസ് ആണ് അവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാം. ലൂറുകൾ തന്നെ പല ടൈപ്പുകളുണ്ട് കേട്ടോ. ഇപ്പോൾ ചെറിയ മീനുകളെ അറ്റാക്ക് ചെയ്യുന്ന വലിയ പ്രിഡേറ്റീവ്സ് ആയിട്ടുള്ള മീനുകളെ പിടിക്കാനായിട്ടാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൂറുകൾ ഉപയോഗിക്കുന്നത്. അത് ഞാൻ മീൻ പിടിക്കലിനെ കുറിച്ച് അത്ര ടച്ചില്ലാത്ത ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന ഫിഷുകളെ പിടിക്കാനാണ് പലതരത്തിലുള്ള ലൂറുകൾ ഉപയോഗിക്കുന്നത്. അത് ഹാർഡായിട്ടുള്ളതുണ്ട്, സോഫ്റ്റ് ആയിട്ടുള്ളതുണ്ട്, ജെല്ലി മോഡലുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഈ ഞണ്ടിൻ്റെ ഷേപ്പിലൊക്കെ ഉള്ളത് ലൂറാണ്. അതായത് കൊളുത്ത്, നമ്മുടെ മീനിനെ പിടിക്കുന്ന ചൂണ്ടയിലിടുന്ന കൊളുത്തുകൾ, അത് സോഫ്റ്റാണ്. അപ്പോൾ ഇതിനേക്കാളും വലിയ മീനുകൾ വന്ന് ഒറ്റപ്പെടുത്താൻ പിടിക്കുമ്പോൾ മീനിന് നമ്മുടെ കയ്യിലായി. അതാണ് സംഭവം. ഞാനിത് പറയുമ്പോൾ ചിലർക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നവർക്ക് ഒരു പൊട്ടത്തരോട്ടൊക്കെ തോന്നും. ഇത് ഒന്നും അറിയാൻ പാടില്ലാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ചെമ്മീൻ്റെയൊക്കെ പല കളറിലുള്ളതെന്ന് പറഞ്ഞാൽ ഏത് ഇരുട്ടത്തും റിഫ്ലക്റ്റ് ചെയ്തിട്ട് രാത്രി പോലെ നമുക്ക് ഫിഷിങ്ങിനെ പിടിക്കാം. അതുപോലെ റോഡുകൾ, പല കമ്പനിയുടെ റോഡുകളും സംഭവങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടേക്കാം. അപ്പോൾ ഈ കയാക്കം കണ്ടു കഴിഞ്ഞ് ഇങ്ങോട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാനിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ അവരുടെ വെബ്സൈറ്റും കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്ത് അവരുടെ പ്രൊഡക്റ്റുകൾ മേടിക്കാം. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴേ അവരുടെ തന്നെ മറ്റൊരു കയാക്ക് ഇരിക്കുന്നുണ്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കയാക്ക്. അതായത് നമ്മുടെ നല്ല ഫ്രഷ് വാട്ടർ, ക്ലിയർ വാട്ടറിൽ നമ്മുടെ അണ്ടർ വാട്ടർ ഫിഷിങ്ങിനൊക്കെ കാണാൻ പറ്റിയ, നമ്മുടെ ലക്ഷദ്വീപിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് കയാക്കാണ് ആ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു കിടുക്കൻ സാധനം ഇരിക്കുന്നുണ്ട്. ഒരു റെസ്ക്യൂ ബോട്ടാണ് ഈ കാണുന്നത് കേട്ടോ. അത് നല്ല 1.5 കയറ്റമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. സംഭവം ചെറുതാണെങ്കിലും ഹൈ പെർഫോമൻസ് ആണെന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. സ്റ്റിയറിങ്ങും അത്രക്ക് സ്പീഡ് സാധനമാണെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. ഈ കമ്പനിക്ക് സ്പീഡ് ബോട്ടുകൾ മാത്രമല്ല, അതിൻ്റെ ആക്സസറീസ്, അതായത് സ്റ്റിയറിംഗ് കേബിള്, ഗിയർ, എൻജിൻ, അങ്ങനെ പല ടൈപ്പ് സാധനങ്ങളുണ്ട്. അതുപോലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, ഡോക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ മെറ്റീരിയൽസ് അവിടെ ഉണ്ട്. ഇവരുടെ കമ്പനിയുടെ പേര് പറയുന്നത് മൾട്ടിഫ്ലെക്സ് എന്നാണ്. അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പറും ഇമെയിൽ ഐ ഡി സംഭവങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ മറ്റൊരു സെക്ഷനിൽ വേറൊരു കമ്പനിയുടെ സെക്ഷനാണ്. അപ്പോൾ അവിടെ ടി വിയിൽ നമ്മുടെ പായൽ കളക്ട് ചെയ്യുന്നു. അതായത് നമ്മുടെ വാട്ടറിലൊക്കെ ഉള്ള ട്രാഷ് കളക്ടറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ബോട്ടുകൾ, എഞ്ചിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതൊരു ക്ലിയർ ബോട്ട് എന്ന് പറഞ്ഞ ട്രാഷ് കളക്ടർ. നമ്മുടെ പായലും പ്ലാസ്റ്റിക് വേസ്റ്റുകളെല്ലാം വെള്ളത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതെനിക്ക് വളരെ ഒരു അഭികാമ്യമായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ. കാര്യം നമ്മുടെ പലതരത്തിലുള്ള പ്രൊഡക്റ്റുകളുണ്ട്. ഇതിപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള ബോട്ട് മാത്രമല്ല, പിന്നെ ഇവിടെ ജോലിക്ക് ആൾ ആവശ്യമുണ്ടെന്ന്, സെയിൽസ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. കോൺടാക്ട് നമ്പർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ആവശ്യമുള്ളവരും, അറിയാൻ ആവശ്യമുള്ളവരും, മേടിക്കാനുള്ളവരും, ജോലി ആവശ്യമുള്ളവരും ഇവരെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ ഒരു കയാക്കിങ്ങിൻ്റെ ഒരു സെക്ഷനിലേക്ക് വന്നേക്കണം. 2 കയാക്കിങ് ചാരി വെച്ചിട്ടുണ്ട്, 2 കയാക്ക് കിടത്തിയിട്ടിട്ടുണ്ട്. അത് 4 മോഡലാണ് കേട്ടോ. ഈ കാണുന്നത് പെഡൽ ടൈപ്പ് ഫിഷിംഗ് കയാക്കാണെങ്കിൽ തൊട്ടിപ്പുറത്ത് ഓറഞ്ച് കളറിൽ കാണുന്നതും ഫിഷിംഗ് ആണ്, പക്ഷേ പെഡലല്ല, നമ്മൾ തുഴഞ്ഞു പോകുന്ന ടൈപ്പ് സാധനങ്ങളാണ്. അപ്പോൾ പല മോഡലും പല സൈസിലുള്ള സംഭവങ്ങൾ അവിടെ തന്നെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. പല ലെങ്ത്തിലുള്ള സംഭവങ്ങളുണ്ട്, സിംഗിൾ ഉണ്ട്, ഡബിൾ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. അക്വാഫൈൽ എന്ന് പറഞ്ഞ ഈ കമ്പനിയുടെ കോൺടാക്ട് നമ്പർ ഞാൻ അവിടെ വെക്കുന്നുണ്ട്. അതിൻ്റെ വിലകൾ കണ്ടോ, 33,000, 40,000, 53,000, 50,000, 1,05,000, 1,06,000 വരും കേട്ടോ. 999 പിന്നെ അതുപോലെ ഇവിടെ കോൺടാക്ട് നമ്പർ വെച്ചിട്ടുണ്ട്. ചന്തിരൂരാണ് ഇവരുടെ ഓഫീസൊക്കെ വരുന്നത് കേട്ടോ. തൊട്ട് ഇപ്പുറത്തെ പേജിൽ ഒരു 1,50,000-ൻ്റെയും ഒരു 88,000-ൻ്റെയും കയാക്കിൻ്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മാതിരി ഐറ്റംസ് ഉള്ളതാണ്. പിന്നെ നമ്മൾ വന്നത് കേരള സർക്കാരിൻ്റെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സ്റ്റോളിലേക്കാണ്. അപ്പോൾ അവിടെ കുറച്ച് ഫിഷിംഗ് ബോട്ടിൻ്റെയൊക്കെ മോഡലുകൾ, നല്ല അടിപൊളി മോഡലുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോങ് ലൈനർ ഉപയോഗിച്ച് ഫിഷിങ് ചെയ്യുന്നൊരു മെത്തേഡ്, അതിൻ്റെ ബോട്ട്, അതിൻ്റെ ബോട്ടുമായിട്ട് ബന്ധപ്പെട്ട ആക്സസറീസ് സംഭവങ്ങളെല്ലാം കൊണ്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. ചെറിയൊരു മോഡലാണ് കേട്ടോ. നമുക്ക് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റിയ എന്നാൽ നല്ല പെർഫെക്ഷനുള്ള സംഭവമാണ്. പിന്നെ അതിൻ്റെ പോള്,
അതിൻ്റെ ലൈൻ ബോട്ട് സംഭവങ്ങളെല്ലാം അതിൻ്റെ കൂടെ തന്നെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു സെക്ഷനിൽ ട്രാവലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡിൽ ഫിഷിങ് ചെയ്യുന്ന മറ്റേ മോഡൽ തന്നെ, പക്ഷേ കുറച്ച് വലിയ ടൈപ്പ് നെറ്റും നമ്മളുടെ നെറ്റിൻ്റെ ബോക്സ് ഉണ്ടാകും, നമ്മുടെ ഫുട്ബോളിൻ്റെ ഗോൾ പോസ്റ്റ് പോലത്തെ സംഭവങ്ങൾ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചുള്ള സംഭവങ്ങളൊക്കെ എല്ലാം അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഇത് ഇന്ത്യ ബോട്ട്സ് ആൻഡ് മറൈൻ എക്സ്പോയുടെ രണ്ടാമത്തെ ഭാഗമാണ്. ആദ്യത്തെ ഒരു ഭാഗം നമ്മൾ ചെയ്ത് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതുപോലെ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും അതും കൂടി ഒന്ന് കണ്ടേക്കാം. കാര്യം ഈ വീഡിയോയിൽ കാണിക്കാത്ത മറ്റൊരുപാട് കമ്പനികളും അവരുടെ പ്രൊഡക്റ്റുകളും വേറെ വ്യത്യസ്തമായ പ്രൊഡക്റ്റുകളെല്ലാം കാണിക്കുന്നുണ്ട്. അവരുടെ കോൺടാക്ട് നമ്പർ എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ നേരിട്ട് അവരിൽ നിന്ന് തന്നെ മേടിക്കാൻ പറ്റിയൊരു സാഹചര്യമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം, അതുപോലെ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്കും കൂടി വന്നേക്കുക.